ദേശീയപാത നിർമ്മാണത്തിലെ അപാകതയെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും സമഗ്ര അന്വേഷണം വേണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല കൂരിയാട് ദേശീയപാത തകർന്ന ഭാഗം സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കണമെന്നും കുറ്റക്കാർക്കെതിരെ നടപടി ഉണ്ടാകണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിന്റെ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് ബൈപാസ് റോഡ് ചെമ്മാട്. ഇന്ന് രാവിലെ മുസ്ലിം ലീഗ് കോൺഗ്രസ് നേതാക്കൾക്കൊപ്പമാണ് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല കൂരിയാട് ദേശീയപാത തകർന്ന ഭാഗം സന്ദർശിച്ചത്. KP മജീദ് MLA അടക്കമുള്ളവർ അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു. വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ളവർ പ്രദേശത്തെ ഭീകരാവസ്ഥ രമേശ് ചെന്നിത്തലയെ ധരിപ്പിച്ചു. അടിയന്തരമായിട്ടുള്ള കാര്യം ഈ മണ്ണിപ്പോൾ വരുന്നത് നമ്മുടെ റോഡിലേക്ക് അത് മൊത്തം അടച്ചിട്ടുകയാണ്. ഇനി മഴ പെയ്ത് കഴിഞ്ഞാൽ വേഗം ഒന്നിനും പറ്റില്ല, അത്രയും വെള്ളപ്പൊക്കം വരാൻ പോകുന്നത്. ഈ 3-4 ദിവസം മഴ നിന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്തത്. പക്ഷേ ഇനി മഴ വന്നു കഴിഞ്ഞാൽ ഇപ്പം മൊത്തം മണ്ണ് അവർ താഴ്ത്ത് കെട്ടിട്ടുണ്ട്. അപ്പം ഒക്കെ തൂർന്നു വെള്ളം പുഴയിലേക്ക് പോകില്ല. അല്ല, അപ്പം അടിയന്തരമായിട്ട് അതിനുള്ള നടപടി വലിയപറമ്പ് ഇതിന് ശേഷം അവിടെ ഈ കുഞ്ഞി ഇരുന്നിട്ടുണ്ട്. നമ്മളെ ഓപാലം പോലും റെഡിമേഡ് ഓപാലം ആരെങ്കിലും നമ്മൾ കാണിച്ചു കൊടുത്താൽ അതുപോലെ നടപടി പോലെ വേസ്റ്റോട് പ്രസവിച്ച് ഒട്ടിച്ചു പോകുന്ന സംവിധാനങ്ങളുണ്ട്. ദേശീയപാത നിർമ്മാണത്തിലെ അപാകതകൾ മറച്ചുവെക്കുവാനും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടുമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു. ദേശീയപാതയുടെ നിർമ്മാണത്തിലെ അപാകതകളാണ് കൂരിയാട് ദേശീയപാതയുടെ മണ്ണിടിച്ചിലിന് കാരണമെന്നും പലയിടത്തും വിള്ളൽ ഉണ്ടാവുകയും ഗർത്തം രൂപപ്പെടുവാനും കാരണം ശാസ്ത്രീയമായ പഠനം നടത്താതെയുള്ള നിർമ്മാണ പ്രവർത്തനമാണെന്നും അദ്ദേഹം പറഞ്ഞു. വൻ അഴിമതിയാണ് ദേശീയപാത നിർമ്മാണത്തിൽ നടന്നിട്ടുള്ളത്. അദാനി കമ്പനി ചെറിയ തുകയ്ക്ക് കോൺട്രാക്ട് എടുത്ത് വലിയ തുകയ്ക്ക് ചെറിയ കോൺട്രാക്ടർമാർക്ക് മറച്ചുകൊടുത്ത് കമ്പനി വലിയ ലാഭം ഉണ്ടാക്കിയാണ് കമ്പനി അഴിമതിക്ക് കളം ഒരുക്കിയത്. നിർമ്മാണത്തിലെ അപാകതയെക്കുറിച്ചും അഴിമതിയെക്കുറിച്ചും സമഗ്രമായ അന്വേഷണം വേണമെന്നും രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. കൂരിയാടാണല്ലോ ആദ്യമായി ദേശീയപാതയിൽ വിള്ളലുണ്ടായത്. അതുകൊണ്ട് ഈ സ്ഥലം ഒന്ന് സന്ദർശിക്കാമെന്ന് കരുതിയാണ് ഇവിടെ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഇതിന്റെ ഭീകരാവസ്ഥ മനസ്സിലായത്. വാസ്തവത്തിൽ നാഷണൽ ഹൈവേയുടെ പല ഭാഗത്തും ഇതുപോലെയുള്ള വിള്ളലുകൾ ഉണ്ടാവുകയും പല ഭാഗത്തും അഗാധമായ ഗർത്തങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പരാതി. കോഴിക്കോട് ജില്ലയിൽ തന്നെ പല സ്ഥലത്ത് വെങ്ങളം എന്നുള്ള സ്ഥലത്ത് ഇതുപോലുള്ള വലിയ തോതിലുള്ള കുഴികൾ ഉണ്ടാവുകയും നിർമ്മാണത്തിലെ ഗുരുതരമായ പിഴവുകൾ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാഷണൽ ഹൈവേ നമ്മുടെ ഒരു പ്രതീക്ഷയാണ്. വർഷങ്ങളായി നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന ഒന്നാണ്. പക്ഷേ ഈ നിർമ്മാണത്തിലെ അപാകതകളെ സംബന്ധിച്ച് സമഗ്രമായ ഒരു അന്വേഷണം ആവശ്യമാണ്. നാഷണൽ ഹൈവേ ഇന്ത്യയിൽ പല ഭാഗത്തും ഉണ്ടെങ്കിലും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഇങ്ങനെ വിള്ളൽ ഉണ്ടാവുകയും പല സ്ഥലങ്ങളിലും മേൽപ്പാലങ്ങളില്ലാതെ മണ്ണിട്ട് നികത്തിയ സ്ഥലങ്ങളിലൊക്കെ മണ്ണിടിഞ്ഞു വീഴുകയും ഒക്കെ ചെയ്തിട്ടുള്ള സാഹചര്യം ഉണ്ടായി. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കൂരിയാട്. 2 ഭാഗവും വലിയ വയലാണ്. ഈ മണ്ണിൽ നിന്നാണ് പണ്ട് ചെളി എടുത്തുകൊണ്ട് പോയി സ്ഥലങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പൊ ഈ പ്രദേശത്ത് മണ്ണ് പരിശോധന നടത്തിയിട്ടുണ്ടോ? അലൈൻമെന്റിനെ പറ്റി ശാസ്ത്രീയമായ പഠനം ഉണ്ടായിട്ടുണ്ടോ? ഇതെങ്ങനെ തയ്യാറായി? ഇവിടെ മേൽപ്പാലത്തിന് മുകളിൽ 2 സ്ഥലത്തും കെട്ടിപ്പൊക്കിയിട്ട് മണ്ണിട്ട് നിരത്തുന്നത് ശരിയാണോ? ഇതൊക്കെ ശാസ്ത്രീയമായ പഠനം നടത്തേണ്ടതായിരുന്നു. അങ്ങനെ നടത്താതെ ഈ നിർമ്മാണ പ്രവർത്തനം ചെയ്തതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു സാഹചര്യം ഉണ്ടായത്. തന്നെയുമല്ല, ഇതിനകത്ത് വൻ അഴിമതി ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വ്യാപകമാണ്. ഏതാണ്ട് 1983 കോടി രൂപയുടെ വർക്ക് എടുത്തത് അദാനിയാണ് മെയിനായിട്ട്. അദാനി കമ്പനി ഏറ്റെടുത്ത ശേഷം അവരത് മറിച്ച് ചെറിയ കോൺട്രാക്ടർമാർക്ക് കൊടുത്തു. ആ കോൺട്രാക്ടർമാർക്ക് കൊടുത്ത് കഴിഞ്ഞിട്ട് ചെറിയ തോതിൽ കൊടുത്തു വലിയ ലാഭം കമ്പനിക്കുണ്ടാകും. ഇത് ഞങ്ങളത്ത് വളരെ പ്രകടമാണ്. ഇവിടെയും അത് ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കണം. അപ്പം നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിലെ അപാകത കണ്ടെത്തി അതിന് പരിഹാരം ഉണ്ടാകണം. ഇത്
ഈ അപകടത്തിന് കാരണക്കാരായ കോൺട്രാക്ടർമാരുടെ പേരിൽ നടപടി ഉണ്ടാകും. അതുകൊണ്ടാണ് ഒരു സമഗ്രമായ അന്വേഷണം നമ്മൾ ആവശ്യം. ദൗർഭാഗ്യവശാൽ കേന്ദ്ര ഉപരിതല ഗതാഗത മന്ത്രി ഗഡ്കരിയെ മുഖ്യമന്ത്രിയും PWD മന്ത്രിയെ കണ്ടപ്പോൾ ഈ അഴിമതിയെപ്പറ്റി ഒന്നും പറഞ്ഞില്ല. അത് വളരെ തെറ്റായൊരു കാര്യമാണ്. നിർമ്മാണത്തിലെ അപാകതയും അഴിമതിയും ചൂണ്ടിക്കാണിച്ച് സമഗ്രമായൊരു അന്വേഷണം നടത്തിയാൽ മാത്രമേ ഹൈവേയുടെ ബാക്കിയുള്ള പണികൾ പോലും സുതാര്യമായി നല്ല നിലയിൽ നടക്കില്ല. അതുകൊണ്ട് ഞങ്ങളാരും ഹൈവേ നിർമ്മാണം കണ്ട് പൊട്ടിത്തിരിക്കുകയോ ഡാൻസ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല. മന്ത്രി പറഞ്ഞ പോലെ പൊതുമരാമത്ത് മന്ത്രി പറയുന്നത് UDF ഈ ഹൈവേ തകരാറ് കണ്ട് തുള്ളിച്ചാടും. ഞങ്ങളാരും തുള്ളിച്ചാടുന്നില്ല. ഹൈവേ ആരംഭിച്ചത് UDF ഗവൺമെൻറ് കാലത്താണ്. അതിനെ തടസ്സപ്പെടുത്തിയവരാണ് CPM-കാർ. ഞങ്ങൾ ഹൈവേ വേണമെന്നുള്ള ആഗ്രഹം ഉള്ളവർ തന്നെയാണ്. പക്ഷേ അത് നിർമ്മിക്കുമ്പോൾ അത് കുറ്റമറ്റതാകണം. അതിനകത്ത് അപാകത ഉണ്ടാകാൻ പാടില്ല. എത്രയോ വർഷം മനുഷ്യർക്കും യാത്ര ചെയ്യേണ്ട ഒരു പാതയാണ്. ചരക്ക് ഗതാഗതത്തിന് ഉണ്ടാകേണ്ട പാതയല്ലേ. അപ്പോൾ ഈ പാത സുരക്ഷിതമാകണം, അപാകതകൾ പരിഹരിക്കണം. അതിനുവേണ്ടി സമഗ്രമായ ഒരു അന്വേഷണം വേണം. മാസ്റ്റർ വളരെ അനാവശ്യമായ കാര്യങ്ങളാണ് പറഞ്ഞത്. ഞങ്ങളാരെങ്കിലും ആണോ ഈ പാത ഇടിച്ചത്? അദ്ദേഹം പറയുന്നത് കേട്ടതോടും ഞങ്ങൾ ഈ പാത കുത്തിപ്പൊളിച്ചതാണ്. ഇതൊക്കെ നിർമ്മാണത്തിലെ അപാകതയാണ്. അപ്പം അദാനിയുടെ പാർട്ട്ണറാണ് ഈ കമ്പനി എന്നാണ് മന്ത്രി തന്നെ പറഞ്ഞത്. അപ്പം അനുമതി ചെയ്ത കരാറുകാരെ സംരക്ഷിക്കാൻ ഗോവിന്ദൻ മാസ്റ്റർക്ക് ഇത്ര താല്പര്യം എന്താണ്? അഴിമതി ചെയ്ത ആളുകളെ ശിക്ഷിക്കണ്ടേ? അവരുടെ പേരിൽ നടപടി ഉണ്ടാകണ്ടേ? നമ്മുടെ നാട്ടിലെ കോടിക്കണക്കിന് രൂപ ചെലവഴിക്കും. അത് നിർമ്മാണ പ്രവർത്തനം ഭദ്രമാകണം, സുതാര്യമാകണം, ശാസ്ത്രീയമാകണം. അല്ലാതെ നടത്തുന്ന ആ നിർമ്മാണ പ്രവർത്തനം കൊണ്ടാണ് ഈ കൂരിയാടുണ്ടായതുപോലെ ഉള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. അത് തടയണമെന്ന് ഞങ്ങൾ പറയാനുള്ള ഉത്തരവാദിത്തം ഞങ്ങൾക്കില്ലേ? പ്രതിപക്ഷത്തിനില്ലേ? ആ ഉത്തരവാദിത്തമാണ് ഞങ്ങൾ നിറവേറ്റുന്നത്. KP മജീദ് MLA, KPCC സെക്രട്ടറി KP അബ്ദുൾ മജീദ്, UDF ചെയർമാൻ അജയ് മോഹൻ, PK അസ്ലു, PA ചെറിയത്, AK നസീർ, ഹംസ തെങ്ങിലാൻ, AR നഗർ പഞ്ചായത്ത് പ്രസിഡന്റ് റഷീദ് കൊണ്ടാണത്ത്, വേങ്ങര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഹസീന ഫസൽ, രാധാകൃഷ്ണൻ മാസ്റ്റർ, മുസ്തഫ പുള്ളിശ്ശേരി, UK അഭിലാഷ, PP അബാവ, കരീം കാമ്പ്രൻ, ഹാഷിം PK, മൊയ്തീൻ കുട്ടി മാട്ര, മോഹനൻ വെന്നിയൂർ, PKM ഭാവ, സുലൈഖ മജീദ് എന്നിവർ രമേശ് ചെന്നിത്തലയെ അനുഗമിച്ചു. ന്യൂസ് ബ്യൂറോ, തിരുവങ്ങാടി. വിവാഹ സ്വപ്നങ്ങൾക്ക് പൊൻപകിട്ടേകി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട് നിങ്ങൾക്കായി ഒരുക്കുന്ന ആമിയ വെഡിംഗ് കളക്ഷൻ. എല്ലാ സ്വർണ്ണാഭരണങ്ങളും വിലയുടെ 10% കൊടുത്ത് ബുക്ക് ചെയ്യാനുള്ള അവസരം. ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെയും 18 കാരറ്റ് ആഭരണങ്ങളുടെയും അതിവിപുലമായ കളക്ഷൻ. മികച്ച നിലവാരമുള്ള ഡയമണ്ട് കളക്ഷൻ വെറും 3000 രൂപ മുതൽ. കൂടാതെ പണിക്കൂലി 2.9% മുതൽ നൽകിക്കൊണ്ട് ആമിയ ഗോൾഡ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ സ്വപ്ന വിവാഹത്തിൽ പുത്തൻ പങ്കാളി ആമിയ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ബൈപ്പാസ് റോഡ്, ചെമ്മാട്.